1969 ഒക്ടോബർ 10 എറണാകുളത്തെ നോർത്ത് പറവൂരിൽ ജനിച്ച സലീം കുമാർ കോളേജ് കാലം മുതൽ മിമിക്രിയിലൂടെ ശ്രദ്ധ നേടി. കലാഭവൻ വേദികളിലും ടെലിവിഷൻ കോമഡി പരിപാടികളിലും ആളുകളെ പൊട്ടിച്ചിരിപ്പിച്ച ആ കലാകാരൻ പിന്നീട് സിനിമയിലേക്കെത്തി. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം. 1997 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമ അരങ്ങേറ്റം. ആദ്യകാലത്ത് ചെറിയ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ടൈമിങ്ങും വ്യത്യസ്തമായ അവതരണവും സംവിധായകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പിന്നീട് മലയാളികൾ ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങൾ പിറന്നു. CID മൂസ, ഈ പറക്കുന്നളിയ, മീശ മാധവൻ, കിളിച്ചുണ്ടൻ മാമനും, പുലിവാൽ കല്യാണം, മായാവി, ഹലോ. ഓരോ സിനിമയിലും സലീം കുമാർ ചിരിയുടെ പുതിയ ചരിത്രം എഴുതി. മണവാളൻ പോലുള്ള കഥാപാത്രങ്ങൾ ഇന്നും മീമുകളിലും ട്രോളുകളിലും ജീവിക്കുന്നു. എന്നാൽ സലീം കുമാർ വെറും ഹാസ്യനടൻ മാത്രമല്ലായിരുന്നു. അച്ഛനുറങ്ങാത്ത വീട്, പെരുമഴക്കാലം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മികച്ച സ്വഭാവ നടനാണെന്ന് തെളിയിച്ചു. അത് നേരി എനിക്കും 2 വയസ്സിന് ഇറങ്ങിയതിന് മീനില്ലെങ്കിൽ 2 ഉണക്ക മീനിൽ പൊരിച്ചോളി. അന്യാറ്റുകാരെ മുന്നിൽ നമ്മൾ മോശക്കാരാവുന്നല്ലോ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിൽ ഹൃദയസ്പർശിയായ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും കേരള സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ചിരിപ്പിച്ച നടൻ രാജ്യമെങ്ങും ആദരിക്കപ്പെട്ട മഹാനടനായി മാറിയ നിമിഷമായിരുന്നു അത്. സാധനങ്ങളുള്ള പറമ്പ് അയച്ചു ഇവിടെ എങ്ങാനും കെട്ടിയാ മതി. അഭിനയത്തിൽ മാത്രം ഒതുങ്ങാതെ സംവിധായകനായും കഥാകൃത്തായും അദ്ദേഹം കഴിവ് തെളിയിച്ചു. കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് കേരള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. വ്യക്തിജീവിതത്തിൽ അദ്ദേഹം തുറന്നു പറയുന്ന വ്യക്തിയായിരുന്നു. സാമൂഹിക വിഷയങ്ങളിലും സിനിമാ സംഘടനകളെക്കുറിച്ചും തന്റെ അഭിപ്രായങ്ങൾ മടിയില്ലാതെ പറഞ്ഞിരുന്നു. എന്നാൽ വലിയ വ്യക്തിപരമായ വിവാദങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ കലാജീവിതവും നർമ്മബോധവുമാണ് ആളുകൾ കൂടുതൽ ഓർക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ 300-ലധികം സിനിമകളിൽ അഭിനയിച്ച സലീം കുമാർ മലയാളികളുടെ ചിരിയിലും കണ്ണീരിലും ഒരുപോലെ ഇടം നേടി. ഒരു വശത്ത് പൊട്ടിച്ചിരിപ്പിച്ച മണവാളൻ, മറുവശത്ത് മനസ്സ് നനച്ച അബു. ഈ 2 മുഖങ്ങളും ഒരേ മനുഷ്യൻ്റെതായിരുന്നു. 2026 ജൂൺ 6 അദ്ദേഹം വിട പറഞ്ഞപ്പോൾ കേരളം ഒരു നടനെയല്ല നഷ്ടപ്പെട്ടത്, തലമുറകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു അതുല്യ കലാകാരനായിരുന്നു നഷ്ടപ്പെട്ടത്. സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന യാത്ര. ചിരിപ്പിച്ച മുഖം മാഞ്ഞെങ്കിലും ഓർമ്മകളിലെ ആ ചിരി ഒരിക്കലും മായില്ല. കൊച്ചുമോഹം കൊണ്ട് മച്ചുമേയും നമ്മൾ കണ്ണുനീർക്കണം നിറഞ്ഞ പുഞ്ചിരിക്കുടം.